തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്നത് പ്രതിക്ക് സഹോദരിയോടുള്ള വഴിവിട്ട താൽപര്യങ്ങൾ നടക്കാത്തതിലുള്ള വൈരാഗ്യം മൂലമെന്ന് അറസ്റ്റിലായ ഹരികുമാർ സഹോദരിയും കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മയുമായ ശ്രീധുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് ശ്രമിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ഹരികുമാർ പോലീസിന് മൊഴി നൽകി. പല പ്രശ്നങ്ങളിൽ നിന്നും ഹരികുമാറിനെ സംരക്ഷിച്ചത് കുഞ്ഞിന്റെ അമ്മ ശ്രീധു ആയിരുന്നു. പിന്നീട് സഹോദരിയോട് ഇയാൾ വഴിവിട്ട താൽപര്യങ്ങൾ കാണിച്ചു തുടങ്ങി. ഹരികുമാറിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ശ്രീധു ശ്രമിച്ചു. കുട്ടി തന്റെ ആവശ്യങ്ങൾക്ക് തടസ്സമാണെന്ന് കണ്ടതോടെയാണ് കൊലപാതകമെന്ന തീരുമാനത്തിലേക്ക് ഇയാളെത്തിയത്. പിന്നീട് ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ശ്രീധുവും ഹരികുമാറും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് അടക്കം ശേഖരിച്ചതിനെ തുടർന്നുള്ള ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു പ്രതിയുടെ കുറ്റസമ്മതം. എന്നാൽ ഇത് പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. അമ്മ ശ്രീധുവും സംശയത്തിന്റെ നിഴലിലാണ്. അമ്മയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുമെന്നും പോലീസ് പറയുന്നുണ്ട്. ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ ആലോചന. കുഞ്ഞിന്റെ മാതാപിതാക്കളായ ശ്രീധുവിനെയും ശ്രീജിത്തിനെയും പോലീസ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ശേഷം ശ്രീധുവിനെ പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കോട്ടുകാൽക്കോണം സ്വദേശികളായ ശ്രീധുവിന്റെയും ശ്രീജിത്തിന്റെയും മകൾ ദേവേന്ദുവാണ് മരിച്ചത്. രാവിലെ 7 മണിയോടെയാണ് 2.5 വയസ്സുകാരിയായ കുട്ടിയെ കാണാനില്ലെന്ന വിവരം നാട്ടുകാർ അറിയുന്നത്. വീട്ടുകാർ തന്നെയാണ് നാട്ടുകാരോട് വിവരം പറഞ്ഞതും. കഴിഞ്ഞ ദിവസം കുട്ടിയുടെ മുത്തച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതിന് മുൻപായിരുന്നു സംഭവം. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബന്ധുക്കളും നാട്ടുകാരുമാണ് കുഞ്ഞിനെ കണ്ടെത്താനായി തിരച്ചിൽ നടത്തിയത്. ഇതിനിടയിലാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഗ്നിരക്ഷാസേന ഉൾപ്പെടെ എത്തിയും കുട്ടിയുടെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. കുട്ടിയുടെ അമ്മ ഉൾപ്പെടെ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. പ്രാഥമിക മൊഴികളിൽ പൊരുത്തക്കേടുണ്ടായതിനെ തുടർന്ന് തുടക്കം മുതൽ തന്നെ പോലീസ് കൊലപാതകം സംശയിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് കുട്ടിയുടെ അമ്മയെയും അച്ഛനെയും മുത്തശ്ശി ശ്രീകലയെയും ചോദ്യം ചെയ്തിരുന്നു. അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിരുന്നു ഹരികുമാർ പോലീസിനോട് ആദ്യം പറഞ്ഞത്. കുഞ്ഞിന്റെ മാതാവും പിതാവും കുറെ നാളുകളായി അകന്നു താമസിക്കുകയാണ്. ശ്രീധുവിന്റെ പിതാവിന്റെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് ശ്രീജിത്ത് ഇന്നലെ വീട്ടിലെത്തിയത്. കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നുണ്ട്. 30 ലക്ഷം രൂപ കാണാനില്ലെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം മുൻപ് നൽകിയ പരാതി വ്യാജമാണെന്നാണ് പോലീസിന്റെ നിഗമനം. വീട്ടിൽ കുരുക്കിട്ട നിലയിൽ കയറുകളും കണ്ടെത്തിയിരുന്നു. പുലർച്ചെ ശ്രീധുവിന്റെ സഹോദരന്റെ മുറിയിൽ തീപിടുത്തമുണ്ടായതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.